കെ സുധാകരൻ പറഞ്ഞത്. നേരത്തെ പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് 20-ൽ 20 നേടും എന്നാണ്. ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം എന്താണ്? കഴിഞ്ഞ തവണ 2019-ൽ 19 സീറ്റ് ലഭിക്കുന്നതിന് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അന്നിപ്പോൾ UPA ഭരണത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന ഘടകമാകുന്നു. ശബരിമല അടക്കമുള്ള വിഷയങ്ങളും വരുന്നു. പക്ഷേ ഇത്തവണ എന്താണ് ഈ 20-ൽ 20ന്റെ ആത്മവിശ്വാസത്തിന് കാരണം? 20-ൽ 20 സീറ്റുകളുടെ ആത്മവിശ്വാസത്തിന് കാരണം നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന് ദേശീയമായ ദേശീയ കാഴ്ചപ്പാട് തന്നെ. കേരളം പോലൊരു സംസ്ഥാനത്ത് കേരളത്തിന്റെ ഒരു പൊതുവികാരം തന്നെ BJPക്കും നരേന്ദ്രമോദി സർക്കാരിനും എതിരാണ്. വർഗീയതയ്ക്കെതിരാണ് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ BJP സർക്കാരിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്നതാണ് എന്നതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വിരുദ്ധമായി അത്തരത്തിൽ മതേതര വോട്ടുകളുടെ ഒരു ക്രോഡീകരണം കോൺഗ്രസ് അനുകൂലമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അപ്പം ഞങ്ങൾക്കാണ് BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്. ഞങ്ങളാണ് BJPയുമായി രാഷ്ട്രീയമായും ആശയപരമായി ഏറ്റുമുട്ടുന്നത്. അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായ അതിശക്തമായ ജനവികാരമാണ്. കേരളം കണ്ട ഏറ്റവും ജനദ്രോഹ സർക്കാർ, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, തകർന്ന ക്രമസമാധാന നില, പിന്നെ പാർട്ടി അണികളുടെ അഹങ്കാരം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അഴിച്ചുവിടുന്ന ഭീകരമായ അക്രമ പ്രവർത്തനങ്ങൾ, ആളുകളെ തല്ലിക്കൊല്ലാൻ പോലും മടിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ പോകുന്നു, ഭരണപരാജയം, ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള വിലക്കയറ്റം, പെൻഷൻ പോലും കൊടുക്കാത്ത സാഹചര്യം. അപ്പൊ ഇങ്ങനെ നിരവധി കാരണങ്ങൾ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലവിലിരിക്കുന്നുണ്ട്. മൂന്നാമത് അഴിമതിയാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജനത്തിന് ഈ അഴിമതിക്കെതിരായ വികാരമുണ്ട്. പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയനെതിരായിട്ട് അതിശക്തമായ ജനവികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഈ സംസ്ഥാനത്തിന്റെ പൊതുവികാരമാണ്. അത് അവരുടെ വർഗീയത ഒരു ഘടകമാണ്. രണ്ട്, അവരുടെ ഭരണത്തിന്റെ യഥാർത്ഥ പാളിച്ചകൾ തിരിച്ചറിയാൻ കഴിയാവുന്ന ഏറ്റവും പ്രബുദ്ധമായ ഒരു സമൂഹം കൂടിയാണ് കേരളം. അതാണ് കേരളത്തിലെ പൊതുവികാരമാണ് എന്ന് ലിജു തുറന്ന മനസ്സോടെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ പൊതുവികാരം പ്രകടിപ്പിക്കുന്നതിൽ ഒരു പടി കോൺഗ്രസിനേക്കാൾ മുന്നിൽ CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ വാദം. അത് പല വിഷയങ്ങളും ന്യൂനപക്ഷത്തിനെതിരായ കേന്ദ്രത്തിന്റെ നിലപാടുകളിൽ, നടപടികളിൽ എടുക്കുന്ന പ്രതിഷേധത്തിലടക്കം ഞങ്ങളാണ് മുന്നിലെന്ന് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ CAക്കെതിരെ പോയിരിക്കുകയാണ്. അതുകൂടാതെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഞങ്ങളാണ് ആദ്യം എന്നുള്ള വിഷയം അവിടെ തർക്കമായി ഇപ്പോൾ കോൺഗ്രസും CPM അല്ലെങ്കിൽ UDFും LDFും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചാമ്പ്യൻ ചെയ്യാൻ ആരാണ് മുന്നിൽ എന്നുള്ള ഇതിലാണോ തർക്കമുള്ളത്? കോൺഗ്രസിന് അക്കാര്യത്തിൽ ലീഗിന് പോലും പല ഘട്ടങ്ങളിലും സംശയമുണ്ടാകുന്ന ചില സമീപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലേ? CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാടുകൾ ആരുടെയും മുമ്പിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തെളിയിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CAA നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിരോധമുയർത്തി സംസാരിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണ്, MP മാരാണ്. നിങ്ങൾക്ക് ഇപ്പോഴും പാർലമെന്റ് നടപടികളുടെ YouTube വീഡിയോസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീ ശശി തരൂർ നടത്തിയ പ്രസംഗം, അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ശ്രീ KC വേണുഗോപാൽ സംസാരിച്ചത്, ശ്രീ പ്രേമചന്ദ്രൻ സംസാരിച്ചത്, ഇവയൊക്കെ തന്നെ വ്യക്തമായ രീതിയിൽ, നമുക്കറിയാലോ ഇന്ത്യൻ പാർലമെന്റിലെ CPM അംഗങ്ങൾ, ഞാൻ പേരെടുത്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെന്താ പറയുന്നിട്ടുള്ളത്, ഇന്ത്യൻ പാർലമെന്റിൽ അവരെന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. രാജ്യസഭയിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് ഒക്കെ വന്നതിന് ശേഷം കുറച്ചെങ്കിലും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ വർദ്ധിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ എന്താണ് അവരുടെ സ്ഥിതി എന്താണ്? അപ്പൊ അതുകൊണ്ട് CAA വിഷയത്തിൽ ഞങ്ങൾക്ക് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, അതിന്റെ തുടർച്ചയായി ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രതികാര നടപടികൾ, ഇതൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളുടെ ഇപ്പൊ കർണാടക ഉദാഹരണമാണ്. കർണാടകത്തിൽ ഞങ്ങൾ BJP പരാജയപ്പെടുത്തി. അവിടെ അവർ ന്യൂനപക്ഷ സംവരണം എടുത്തു കളഞ്ഞു. ഹിജാബ് വിഷയത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വിവിധ ന്യൂനപക്ഷ വിഷയങ്ങൾ അവർ വളരെ പ്രതിലോമപരമായ സമീപനം സ്വീകരിച്ചു. ഞങ്ങളവിടെ കൊട്ടിഘോഷിച്ചൊന്നുമില്ല. അതിന്റെ പേര് വർഗീയതയ്ക്ക് ശ്രമിച്ചില്ല, ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിച്ചില്ല. പക്ഷെ ഞങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ ഏതാണ് ശരിയെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ മതേതര നിലപാടുകൾ സ്വീകരിച്ചു, നീതി ഉറപ്പാക്കി. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് CPM മതന്യൂനപക്ഷങ്ങളെ കേവലം ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്.
അപ്പോൾ അവരെ പ്രകടനപരമായ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ അത്തരത്തിൽ ഒരു ശ്രദ്ധ ചെലുത്താറുണ്ട്. പണ്ട് ബീഫ് ഫെസ്റ്റിവൽ ആയിരുന്നു അവരുടെ ഒരു അജണ്ട. ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ പാർലമെന്റ് ഞങ്ങളുടെ MP-മാർ നിലപാട് പറഞ്ഞു. CA വിഷയത്തിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തി. അത് CPM-നോട് ചേർന്ന് വേണ്ട, കാരണം ഞങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കേരളത്തിന്റെ ഇലക്ട്രൽ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ RSS-നും BJP-ക്കും ഒപ്പം ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ള പാർട്ടി CPM അല്ലേ? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയും വികാസവും തളർച്ചയും പരിശോധിക്കുമ്പോൾ ജനസംഘത്തിനും ജനതാ പാർട്ടിക്കും BJP-ക്കും ഇന്ത്യയിൽ വളരാൻ അവസരം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി CPM അല്ലേ? അവസാനം ആദ്യമായി തന്നെ ഒരു BJP പിന്നിലുള്ള ഗവൺമെന്റ് കോൺഗ്രസിനെ അട്ടിമറിച്ച് ആദ്യം ഒരു ജനതാ പാർട്ടിയെ കൊണ്ടുവന്നു, പിന്നെ VP സിംഗിനെ കൊണ്ടുവന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പിന്തുണ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് CPM-നെ ഒന്നും ബോധിപ്പിക്കാനില്ല. നിങ്ങൾ പ്രകടനപരതയും അത്തരത്തിലുള്ള പീസ് അല്ലെ ഏതെങ്കിലും തരത്തിൽ പ്രകടനപരമായി ഞങ്ങളാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ. പക്ഷെ നിങ്ങളുടെ അന്തർധാര വ്യക്തമാണ്. BJP-യും CPM-ഉം തമ്മിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകച്ചവടം വ്യക്തമാണ്. കേരളത്തിലെ CPM-നെ അഴിമതി കേസിൽ നിന്ന് രക്ഷിക്കുന്ന ആരാ? BJP അല്ലേ? പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് കേസ്, മാസപ്പടി കേസ്, ഇതൊക്കെ തന്നെ BJP-യുടെ അദൃശ്യമായ സംരക്ഷണം ഉള്ളതുകൊണ്ടല്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.